പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ GST പരിഷ്കരണം ഇന്നു മുതൽ നിലവിൽ വരികയാണ്. 4 സ്ലാബ് എന്നുള്ളത് പഴങ്കഥയായി ഇന്നു മുതൽ 2 സ്ലാബാണ്. ഇപ്പോൾ സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ്. ശരിക്കും താങ്കൾക്ക് ഇന്ന് അത്ര നല്ല ഒരു ദിവസമല്ലെന്ന് തോന്നുന്നല്ലേ? നമ്മുടെ പ്രേക്ഷകർ താങ്കളുടെ ഈ പ്രഖ്യാപനം അറിഞ്ഞതിന് ശേഷം, അതായത് 6 മാസത്തിനിടെ ഏതാണ്ട് 4000 കോടിയിലധികം രൂപ സംസ്ഥാന ഖജനാവിന് നഷ്ടമാകുമെന്ന സൂചന കൊടുത്തതിന് ശേഷം അത് ആകെയുള്ള നഷ്ടം 50,000 കോടി രൂപയാണ് ഇന്ത്യയിൽ. അതിൽ 8,000 കോടി കേരളത്തിൽ നഷ്ടപ്പെടുമെന്ന് പറയുന്നത് മന്ത്രി കള്ളം പറയുകയല്ലേ എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പ്രേക്ഷകന് ഉറപ്പ് കൊടുത്തു താങ്കളോട് നേരിട്ടത് ചോദിക്കാമെന്ന്. താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തുന്നത് ഇൻഡിപെൻഡൻസ് ഡേയുടെ ദിവസം പ്രധാനമന്ത്രി അവിടെ പ്രഖ്യാപിച്ചതിൻ്റെ വഴിയാണ്. വാസ്തവത്തിൽ GST കൗൺസിൽ ആണ് റേറ്റ് റിവിഷൻ സംബന്ധിച്ചെല്ലാം ചർച്ച ചെയ്യേണ്ടത്. BJP ഭൂരിപക്ഷമുള്ളൊരു ഗവൺമെൻറ്റാണ്, കൂടുതലും BJP സ്റ്റേറ്റുകളാണ്. അപ്പോൾ GST കൗൺസിൽ വന്നിട്ട് ഈ നടപടിക്രമമായാലും തീരുമാനം എതിർക്കും. ഞങ്ങളും റേറ്റ് റിവിഷനൊന്നും എതിർ പറഞ്ഞിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 3 വർഷമായിട്ട് റേറ്റ് റിവിഷൻ കമ്മിറ്റിയിൽ അംഗമാണ് ഞാൻ. നേരത്തെ BJPയുടെ തന്നെ നേതാവായ ശ്രീ ബൊമ്മെ കർണാടക മുഖ്യമന്ത്രിയായിരുന്നു അതിൻ്റെ ചെയർമാൻ. ഇപ്പോൾ BJPയുടെ ഡെപ്യൂട്ടി CM ബീഹാർ സാമ്രാജ് ചൗധരിയാണ് അതിൻ്റെ ചെയർമാൻ. സാധാരണഗതിയിൽ അതിനകത്ത് ഈ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, ഫിനാൻസ് വിങ്, ലോഗ്, ഫിറ്റ്മെൻറ്റ് കമ്മിറ്റി ഇവരെല്ലാം ഓരോ ഐറ്റത്തെ സംബന്ധിച്ചും സ്റ്റഡി ചെയ്ത് ഇത്ര കോടി രൂപയുടെ നഷ്ടമുണ്ടാവും, ഇത്ര ഗുണമുണ്ടാവും തുടങ്ങി ധാരാളം സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം നടപ്പിലാക്കിയപ്പോൾ ഒരു സാങ്കേതിക കാര്യങ്ങൾ പഠിച്ചിട്ടില്ല, അവതരിപ്പിച്ചിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിൻ്റെ കണക്ക് തന്നെ പൂർണ്ണമായും ശരിയല്ല, ചിലപ്പോൾ ഇതിനെ അധികരിക്കാം. 4 ഐറ്റം മാത്രം കൃത്യമായി പഠിച്ചപ്പോൾ ഓട്ടോമൊബൈൽസ്, ഇൻഷുറൻസ്, സിമെൻറ്റ്, ഇലക്ട്രോണിക്സ് നോക്കിയപ്പോൾ 2,500 കോടിയുടെ കുറവ് കേരളത്തിന് മാത്രം വരും. ബാക്കി എല്ലാം കൂടെ വരുമ്പോഴാണ് ഏകദേശം 8,000 തൊട്ട് 10,000 വരെ വരുന്നത്. കേന്ദ്ര ഗവൺമെൻറ് 50,000 60,000 ഒന്നും എവിടെ സ്റ്റഡി ചെയ്തിട്ടില്ല. ഞങ്ങൾ കമ്മിറ്റിയിൽ അംഗമാണ്. എവിടെ സ്റ്റഡി ചെയ്ത റിപ്പോർട്ടില്ല, ഒന്നുമില്ല. ഏറ്റവും മിനിമം 2 ലക്ഷം കോടിയെങ്കിലും നഷ്ടം വരുമെന്നാണ് ചില പണ്ഡിതന്മാർ, സാമ്പത്തിക രംഗത്ത് ഈ മേഖലയെ ബന്ധപ്പെട്ടവർ പറയുന്നത്. ഒരു പഠനവും ഇല്ലാതെ നമ്മുടെ നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് അനൗൺസ് ചെയ്തതുപോലെ അനൗൺസ്മെൻറ്റാണ് വന്നത്. സംസ്ഥാനം ഇപ്പോൾ എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. കേരളത്തിലെ തന്നെ ഞാൻ പറയാം, 78% നമ്മുടെ ടാക്സ് വരുന്നത് 100 രൂപ കിട്ടുന്നതിൽ 78 രൂപ കിട്ടുന്നത് 28% ടാക്സിൽ നിന്നും 18% ടാക്സിൽ നിന്നും വന്നു. ആ 28% ടാക്സ് പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞു. 18%ൻ്റെ പകുതിയിലേറെ ഇനങ്ങൾ താഴോട്ട് പോയി 5 ആയി. 12% പൂർണ്ണമായി മാറി, അത് മുഴുവൻ 5 0 ആയി. ആളുകൾക്കിത് കിട്ടുന്നത്, ടാക്സ് ഇളവ് കിട്ടുന്നത് നല്ലതാണെന്നുള്ളതിനകത്ത് ആർക്കും തർക്കമില്ല. പക്ഷേ 2 കാര്യങ്ങൾ കേരളം പറഞ്ഞു, മറ്റു പല സംസ്ഥാനങ്ങളും പറഞ്ഞു. അതൊന്നാമത്തെ കാര്യം, ഈ ടാക്സ് കുറയുന്നതിൻ്റെ ഗുണം ജനങ്ങൾക്ക് പലപ്പോഴും കിട്ടാറില്ല. കമ്പനികൾ അവരുടെ ലാഭം കൂട്ടാൻ വേണ്ടി വില കൂട്ടിയെടുക്കുകയോ ചെയ്യുന്നു. അവർ 1 2 3 4 മാസം കഴിയുമ്പം ഇതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഗുണം ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, ശ്രീ ബാലഗോപാൽ, യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. ജനങ്ങൾക്ക് പലപ്പോഴും ഈ കുറയുന്നതിൻ്റെ ഫലം കിട്ടത്തില്ല. അപ്പോൾ അത് ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാരിന് എന്താണ് ചെയ്യാൻ കഴിയുക? കാരണം സാധാരണ ജനങ്ങൾക്ക് ഇന്ന് തന്നെ ഇപ്പോൾ പല പാക്ക് ചെയ്ത് വെച്ച കവറിലും പഴയ MRP ഒക്കെ തന്നെ ആയിരിക്കും അടിച്ചിരിക്കുക. അതൊക്കെ എത്ര കടകളിൽ മാറ്റിയിട്ടുണ്ടാകും, അതൊക്കെ നമുക്ക് സംശയമുണ്ട്. അപ്പോൾ ഇത് ഉപഭോക്താക്കളിൽ കൃത്യമായി ഈ കുറവുകൾ എത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? സംസ്ഥാന സർക്കാരിന് അത് ചെയ്യാൻ വളരെ പരിമിതിയുണ്ട്. ഓരോ ഐറ്റവും നോക്കി അങ്ങനെ നോക്കുക എളുപ്പമല്ല. ജനങ്ങളത് നോക്കും, ഞങ്ങളും നോക്കുന്നുണ്ട്. ഞങ്ങളുടെ വകുപ്പുകളിൽ നേരത്തെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരിക്കലും ഇതുപോലെ വില കുറച്ചു 178 ഐറ്റത്തിന്. സംസ്ഥാനങ്ങളുടെ ആകെ വരുമാനം അന്ന് വരെ 16% ഉള്ളത് 11% ചുരുങ്ങി എന്നുള്ളത് കണക്കിനകത്ത് വന്നതാണ്. എന്നാൽ ഐറ്റങ്ങൾ ഞങ്ങൾ പഠിച്ചപ്പോൾ 25 ഐറ്റങ്ങൾ എടുത്ത് പഠിച്ചപ്പോൾ, ഉദാഹരണം ഫ്രിഡ്ജ് 28% നിന്ന് 18 ആക്കിയപ്പം 10,000 രൂപ ഏറ്റവും വില കുറഞ്ഞ സാധാരണ ഒരു ഫ്രിഡ്ജിന് 1,000 രൂപ കുറയണം. പക്ഷേ കുറഞ്ഞിട്ടില്ല. ഇതുപോലെ നിരവധി ഐറ്റങ്ങൾ പഠിച്ചപ്പോൾ കുറഞ്ഞിട്ടില്ല. നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ GST കൗൺസിൽ ആൻറ്റി പ്രോഫിറ്ററിങ് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു, ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വെറുതെ പ്രോഫിറ്റ് ഉണ്ടാക്കരുത്, കൊള്ളയടിക്കരുത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ കമ്മിറ്റി നിർത്തി. അത് എഫക്റ്റീവ് അല്ല എന്ന് പറഞ്ഞു, നോക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം കോമ്പറ്റീഷൻ കമ്മീഷൻ എന്ന് പറയുന്ന വളരെ വലിയൊരു കമ്മിറ്റിയുണ്ട്, വലിയൊരു സംവിധാനമുണ്ട് കേന്ദ്രത്തിൻ്റെ. മൊണോപ്പൊളി MRTP ആക്ടിൻ്റെ പഴയ MRTP എന്ന് പറയുന്ന മൊണോപ്പൊളി റെസ്ട്രിക്ഷന് കൊണ്ടുവന്ന നിയമം, അവരെ ഏൽപ്പിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് നോക്കാൻ പറ്റില്ല. ഈ തരത്തിൽ ഇതിനെ പരിശോധിക്കാൻ ഒരു മാർഗവുമില്ല. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കമ്പനികൾ ഇപ്പോൾ ഒരു TV ആദ്യമേ ഒരു 1,000 രൂപ കുറച്ചെന്നിരിക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ മോഡലിൻ്റെ പേര് മാറ്റും. നമുക്കറിയാൻ പറ്റുമോ, അതിനകത്ത് കൂടിയ വേറെ പുതിയ ചിപ്പ് വന്നു, പുതിയ സംവിധാനം വന്നു, പുതിയ പേറ്റൻറ്റിൻ്റെ വാല്യൂ വന്നു. സിമെൻറ്റിൻ്റെ വില കൂട്ടുന്നു, കുറച്ച് കഴിഞ്ഞ് തേയിലയുടെ കാപ്പിയുടെ വില കൂട്ടുന്നു, മറ്റ് FMCG ഐറ്റങ്ങളുടെ കൂട്ടുന്നു. നമുക്ക് കണ്ടുപിടിക്കാൻ പലപ്പോഴും പറ്റില്ല. വാസ്തവത്തിൽ ഇത്തരം കുറയ്ക്കലൊന്നും സാധാരണഗതിയിൽ
കസ്റ്റമേഴ്സിലേക്ക് ചെല്ലുന്നില്ല എന്നുള്ള അനുഭവം മുമ്പേ ഉണ്ട്. അത് മനസ്സിലാവണമെങ്കിൽ എല്ലാ കമ്പനികളുടെയും ഷെയറിൻ്റെ വില കുത്തനെ കൂടി എന്നുള്ളത് നോക്കിയാൽ മതി. അത് ആൾക്ക് കിട്ടണം. രണ്ടാമത്തെ കാര്യം, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക്, എല്ലാ ഗവൺമെൻറ്റുകൾക്കും, കേരളം മാത്രമൊന്നുമല്ല, എല്ലാ ഗവൺമെൻറ്റിനും നഷ്ടമുണ്ട്. ഈ നഷ്ടം 8,000-10,000 കോടി രൂപ ഒരു വർഷം നഷ്ടം വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നാണല്ലോ സാധാരണക്കാർക്ക് ചികിത്സാ സഹായവും സ്കൂളും കോളേജും ഒക്കെ നടത്തുന്നതും നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നതും എല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിന് ടാക്സ്, GST വരുമാനവും, വാറ്റിൻ്റെ, പെട്രോള്, പിന്നെ മദ്യം, ഇതിൻ്റെ വരുമാനവും, പിന്നീട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ടാക്സിൻ്റെ വിഹിതമുണ്ട് നമ്മളിന്ന് കളക്ട് ചെയ്യുന്നതും, പിന്നെ കിട്ടേണ്ടത്, പിന്നെ ചിലവിന് വേണ്ടി നമുക്ക് കുറച്ച് കടമെടുക്കാം. ഇത്രയല്ലേ ഉള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ 41% വരുന്നത് GST നിന്നാണ്. കേരളത്തിൻ്റെ, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഈ 41% നേരെ 30-25% ആയിക്കഴിഞ്ഞാൽ ദൈനംദിന ചിലവിന് ബാധിക്കും. ജനങ്ങളുടെ കയ്യിൽ പണം വന്നിട്ട് വേണമല്ലോ സാധനം വാങ്ങിക്കാൻ. ഉദ്യോഗസ്ഥന് ശമ്പളം കിട്ടിയിട്ട് വേണമല്ലോ വില കുറഞ്ഞ സാധനം മേടിക്കാൻ. തൊഴിലാളിക്ക് പിന്നെ ശമ്പളം കിട്ടണം, ആശുപത്രി മരുന്ന് വാങ്ങണം. അതിനെല്ലാം സംസ്ഥാനങ്ങളുടെ പണം പോയാൽ എവിടുന്ന് പകരം പണം വരും? അതിന് കോമ്പൻസേഷൻ തരണമെന്നേ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടുള്ളൂ. കോമ്പൻസേഷൻ തരാൻ വകുപ്പുണ്ട്. കേന്ദ്രത്തിന് കുറേയേറെ 1 ലക്ഷം കോടിയോളം രൂപ ഇപ്പോൾ ഈ പുകയില ഉൽപ്പന്നങ്ങളുടെ മാത്രം, അതുപോലുള്ള സിൻഗുഡ്സിൻ്റെ മാത്രം അവരുടെ കയ്യിൽ ഇനിയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേരളവും മറ്റ് 8 സംസ്ഥാനങ്ങളും പറഞ്ഞത്. അകത്തുകൂടി, അതായത് പരസ്യമായിട്ടല്ലെങ്കിലും BJP സംസ്ഥാനങ്ങളും പറഞ്ഞത്. ആ ഒരു പ്രശ്നം വളരെ ഗൗരവമായി കാണേണ്ടി വരും. അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് വളരെ വലിയ ബുദ്ധിമുട്ട് വരും. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ലോട്ടറി വിൽപ്പനയിൽ കുറേ കൺഫ്യൂഷൻ വന്നു. ഈ 40% ലക്ഷറിയിലേക്ക് ഇത് നീങ്ങുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിന് ചെറിയൊരു നേട്ടം അതിൽ നിന്നുണ്ടാകും നികുതി വരുമാനത്തിലൂടെ. എന്നാൽ അതേസമയം ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ വില കൂടുമോ, വില കുറയുമോ? ഇപ്പോൾ വിൽക്കുന്ന ഈ ബമ്പർ ലോട്ടറിക്കൊക്കെ തന്നെ അതേപോലുള്ള വിലയായിരിക്കും, വില കൂട്ടുന്നില്ല. എന്നാൽ ചില സമ്മാന ഐറ്റംസ് കുറഞ്ഞു എന്ന രീതിയിലുള്ള കൺഫ്യൂഷനൊക്കെ വരുന്നുണ്ട്. താങ്കളതൊന്ന് ക്ലാരിഫൈ ചെയ്യാമോ? ഈ ലോട്ടറിയുടെ കാര്യത്തിനകത്ത് ഇപ്പം ഓണം ബമ്പറിൻ്റെ കച്ചവടം പഴയ നികുതി തന്നെയായിരിക്കും, 28% തന്നെ ആയിരിക്കും. 22-ാം തീയതിക്ക് മുമ്പ്, ഇന്നത്തെ ദിവസത്തിന് മുമ്പ് തന്നെ അതിൻ്റെ എല്ലാ കച്ചവടവും പൂർത്തീകരിച്ചിട്ടുണ്ട്. 75 ലക്ഷം ടിക്കറ്റേ ഉള്ളൂ. ആ ടിക്കറ്റിൻ്റെ കച്ചവടം ഒന്നും അതിനകത്തല്ലാതെ ഇനി അത് അധികം അടിക്കില്ല. നമ്മൾ അത് അത്രയും സെയിലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആക്കി കഴിഞ്ഞു. അതിന് പഴയ സമ്മാനഘടനയായിരിക്കും. ഇന്നു മുതൽ ഉള്ള മറ്റ് ടിക്കറ്റുകൾ അതെല്ലാം പുതിയ നികുതിയായിരിക്കും, സമ്മാനഘടനയായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നഷ്ടം 2-3 തരത്തിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ആലോചിച്ചിട്ടുള്ളത്. സംഘടനകളുമായിട്ടുമെല്ലാം ഞങ്ങൾ ചർച്ചയുണ്ടായിരുന്നു. ഇപ്പോൾ വില കൂട്ടിയിട്ട് ഈ ടാക്സിൻ്റെ നല്ലൊരു വർധന വന്നു. അപ്പോൾ വില കൂട്ടുക എന്ന് പറയുന്ന ഒരു ആശയം അത്ര എളുപ്പമല്ല. കാരണം 50 രൂപ ടിക്കറ്റാണ് ഇപ്പോൾ ഉള്ളത്. അത് 60 രൂപ ടിക്കറ്റ് ആക്കുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമല്ല എന്ന് ആലോചിച്ചിട്ട് 50 രൂപയ്ക്കകത്ത് തന്നെ ടാക്സിൻ്റെ കാര്യത്തിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തി. അത് ഇന്നു മുതൽ നടപ്പിലാവും. ചില കാര്യങ്ങൾ കൂടി അതിനകത്ത് ഒരാഴ്ചയൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ കൂടി കറക്ഷൻ വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അതും ഞങ്ങൾ ആ സംഘടനകളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായാലും പിന്നെ ഈ ലോട്ടറിയെ തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലക്ഷത്തോളം ആളുകളുടെ വരുമാനം, ജീവിതവും ബാധിക്കുന്നതാണ്. അപ്പോൾ അത് വരാത്ത തരത്തിലേക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിനുള്ള എല്ലാ നടപടിക്രമവും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കേരള ലോട്ടറി മുന്നോട്ട് പോകും. ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ചില വ്യാപാരികളൊക്കെ ചില പ്രായോഗിക പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് വിലക്കുറവ് മാധ്യമങ്ങളുടെ പ്രസിദ്ധപ്പെടുത്തണം, അതുപോലെ റീപാക്കിംഗ് ചെയ്യണം. ഇതിനൊക്കെ അവർക്കൊരു സാവകാശവും സമയവും കൊടുത്തിട്ടില്ല എന്നാണ് അവരുടെ പരാതി. ഇനിയിപ്പോൾ അവരെന്താ ചെയ്യുക? കാരണം ഇന്നു മുതൽ ഇത് നടപ്പിൽ വന്ന് കഴിഞ്ഞു. ഇത് ചില കാര്യങ്ങളിൽ കേന്ദ്ര GST ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് MRP അടിച്ചേക്കുന്നത് പഴയ MRP ആണെന്നിരിക്കട്ടെ, ഈ പറഞ്ഞ ടാക്സ് കൂടുതലുള്ളത് അത് പിന്നെ ഇനി പ്രിൻ്റ് ചെയ്ത് പുതിയ കവറിലാക്കണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിന് പകരം അതിനകത്ത് ഈ സ്ലിപ്പൊക്കെ ഒട്ടിക്കാം. ഇങ്ങനെ ചില കാര്യങ്ങൾ പ്രായോഗികമായ ട്രാൻസിഷൻ്റെ ഒരു ഘട്ടത്തിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് GST വകുപ്പ് തന്നെ കാര്യങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതെല്ലാം ഇനിയും പ്രിൻ്റ് ചെയ്ത് അടുത്ത 6 മാസമോ 1 വർഷമോ വിൽക്കാനുള്ള സാധനങ്ങൾ വരെ പലപ്പോഴും ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഡ്യൂറബിൾ പിന്നെ ഫുഡ് ഐറ്റങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തീരും. പക്ഷേ മറ്റ് സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ പ്രിൻ്റ് ചെയ്ത് വെക്കുന്നതല്ലേ. അപ്പോൾ അതൊക്കെ ആ കവറുകൾ എല്ലാം മാറ്റി അടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ സർക്കുലറുണ്ട്, അതനുസരിച്ച് അവർ പ്രവർത്തിച്ചാൽ മതി. പ്രായോഗികമായി നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി സംസ്ഥാന വകുപ്പിൻ്റെ ആണല്ലോ ഉദ്യോഗസ്ഥന്മാർ പോകും. അവരെല്ലാം ആ കാര്യം ശ്രദ്ധിക്കാനും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കാം. എന്തായാലും ഈ നികുതി ഇളവ്, അതിൻ്റെ ആനുകൂല്യം ജനങ്ങൾക്ക് കിട്ടുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ധനമന്ത്രി എന്നല്ലേ അങ്ങയുടെ സൗമ്യത വിട്ട് ഇതിനകത്ത് ഈ കമ്പനികളും കച്ചവടക്കാരും ചൂഷണം ചെയ്യുകയാണെങ്കിൽ ധനമന്ത്രി വാളെടുക്കുമോ? ശക്തമായ നിലപാടുണ്ടാവും. നമ്മളെ ഉദ്യോഗസ്ഥന്മാരത് പ്രത്യേകം ശ്രദ്ധിക്കാനും എല്ലാ സ്ഥലത്തും അതിൻ്റെ നേരത്തെ തന്നെ വിലകളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ ഇടപെടലുണ്ടാവും. പക്ഷേ എല്ലാം നമ്മുടെ കയ്യിലും കണ്ണിലും വരണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഉപഭോക്താക്കൾ അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം.
സ്വാഭാവികമായും ഇങ്ങനെയല്ലായിരിക്കും പലപ്പോഴും ചെറുകിട കച്ചവടക്കാരല്ല ഇത് ചെയ്യുന്നത്. ഈ കമ്പനികൾ തന്നെ അവരുടെ ഐറ്റങ്ങളുടെ പേര് മാറ്റി ഈ ഇതിൻ്റെ പിന്നെ ഉൽപ്പാദന ചെലവ് കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ തരത്തിലേക്ക് സാധനങ്ങൾ വരിക ചെയ്യുന്നത് മുമ്പ്. അത് യഥാർത്ഥത്തിൽ വലിയ മാനുഫാക്ചറേഴ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടൊരു പ്രോപ്പറായ നിയമമില്ല. കേന്ദ്ര ഗവൺമെൻറ്റിനും അതിനകത്ത് ഇടപെടാൻ സംവിധാനമില്ല. കാരണം മൾട്ടി സ്റ്റേറ്റ് സാധനങ്ങളാണ് വരുന്നത്. എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് വളരെ വിജിലൻ്റ് ആയിരിക്കും. അടുത്ത ദിവസങ്ങളിൽ തന്നെ സംസ്ഥാനാടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വീണ്ടും വിളിച്ചിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കാൻ. ഓക്കെ, താങ്ക് യു ശ്രീ KN ബാലഗോപാൽ, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്. ഇനിയും ആവശ്യം വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങളുടെ പരാതി വരികയാണെങ്കിൽ താങ്കളെ വീണ്ടും ബന്ധപ്പെടാം. താങ്ക് യു. താങ്കൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഞാനതൊക്കെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അദ്ദേഹം നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നമ്മുടെ ധനമന്ത്രിക്ക് ആരോഗ്യമില്ലെങ്കിൽ പിന്നെ സംസ്ഥാനത്തിന്റെ ആരോഗ്യം കുറഞ്ഞു പോകില്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.